യെസ്, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 3 മാത്സ് നമ്പേഴ്സ് ആൻഡ് ദെയർ ഫ്രണ്ട്സ് എന്നുള്ളതിൻ്റെ ബാക്കി ഭാഗമാണ് കേട്ടോ. രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗമാണ് ബാങ്ക് ഡെപ്പോസിറ്റ്. ലുക്ക് അറ്റ് ദ പേ ഇൻ സ്ലിപ്പ് ഓഫ് എ ബാങ്ക്. ബാങ്കിൻ്റെ ഒരു സ്ലിപ്പാണ് അല്ലേ. വി ഹാവ് ടു റൈറ്റ് ദ നമ്പർ ഓഫ് നോട്ട്സ് ഓഫ് ഈച്ച് ഡെനോമിനേഷൻ ആൻഡ് ദ ടോട്ടൽ എമൗണ്ട്. എന്താണ് നമ്മൾ എന്താക്കണം, നമുക്ക് എഴുതേണ്ടതുണ്ട്. എന്ത് നമ്പർ ഓഫ് നോട്ട്സിൽ എന്താണ് എത്ര ടോട്ടൽ എമൗണ്ടൊക്കെ അതിനെക്കുറിച്ചൊക്കെ എഴുതണം. മിൻഹാസ് ഫാദർ ഗേവ് 6 നോട്ട്സ് ടു ഡെപ്പോസിറ്റ് 800 ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. അതിൽ എന്താണ് 6 നോട്ട് കൊടുക്കുകയാണ്. ടു ഡെപ്പോസിറ്റ് 800 rupees. വാട്ട് നോട്ട്സ് വുഡ് ഹി ഹാവ് ഗിവൺ? ഏതൊക്കെ നോട്ട്സേക്ക് അവർ കൊടുത്തിട്ടുണ്ടാവും? 6 നോട്ട്സ് ആണ് അല്ലേ. അങ്ങനെ ആകുമ്പോൾ 6 നോട്ട്സ് ആകുമ്പോൾ 800 റുപ്പീസുമാണ് ആവേണ്ടത്. അപ്പോൾ 6 നോട്ട് ആകുമ്പോൾ നമുക്ക് ഏതൊക്കെ കൊടുക്കുക? അപ്പോൾ 200ൻ്റെ 2 ഇത് കൊടുക്കുക. 200ൻ്റെ 2 ഇത് കൊടുത്താൽ എത്രയായി? 400 ആയി. പിന്നെ 100ൻ്റെ എന്തായി? 4 കൊടുക്കുക. അപ്പോൾ എത്രയായി? 800 ആയില്ലേ. അങ്ങനെ കൊടുക്കുക കേട്ടോ. ഈ നമ്പർ ഓഫ് നോട്ട്സ്, ഐ ഹാവ് 370 rupees remaining. The number of notes is the sum of the digit of this number. What notes do I have and how many of each? അവിടെ പറഞ്ഞിരിക്കുന്നതാണ്, എൻ്റെ കയ്യിൽ 370 രൂപ ബാക്കിയുണ്ട്, 370 rupees ബാക്കിയുണ്ട്. അങ്ങനെയാണെങ്കിൽ എൻ്റെ കയ്യിലുള്ള നോട്ടിൻ്റെ എണ്ണം എന്താണെന്ന് വെച്ചാൽ ഈ ഡിജിറ്റിൻ്റെ സമ്മാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇവിടെ 3ഉം 7ഉം 0യും ഉള്ളത് അല്ലേ. ആ ഡിജിറ്റിൻ്റെ സം എന്ന് പറയുമ്പോൾ എന്താ? 3 + 7 + 0 അല്ലേ. 3 + 7 എന്ന് പറഞ്ഞാൽ 10, 10 + 0 10 അല്ലേ. അപ്പോൾ 10 നമ്പർ നോട്ടുണ്ട് ഇയാളുടെ കയ്യിൽ അല്ലേ. വാട്ട് നോട്ട്സ് ഡു ഐ ഹാവ്? എന്ത് നോട്ട്സാണ് എൻ്റെ കയ്യിലുള്ളത്? ആൻഡ് ഹൗ മെനി ഓഫ് ഈച്ച്? ഓരോന്ന് എത്ര ഉണ്ട്? അപ്പോൾ 10 നോട്ടാണ് എന്തുള്ളത്? മിൻഹാൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളത് അല്ലേ. മിൻഹാൻ്റെ അച്ഛൻ്റെ കയ്യിൽ എത്രയുള്ളത്? 10 അല്ലേ. അപ്പോൾ 10 നോട്ടാണ് എന്താണ് മിൻഹാൻ്റെ അച്ഛൻ്റെ കയ്യിലുള്ളത്. അങ്ങനെയാണെങ്കിൽ 370 കിട്ടണമെങ്കിൽ എത്ര ഇത് വേണമെന്ന് അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുത്തൂടെ? 3 എണ്ണം എന്താണ്? 3 എണ്ണം എത്രയാണ്? 300 കൊടുക്കുക. എത്ര? 300 100 വെച്ചിട്ട് അല്ലേ. അപ്പം 3 എണ്ണം 100 വെച്ചിരിക്കുമ്പോൾ 300 ആയി അല്ലേ. പിന്നെ 7 എണ്ണം അല്ലേ. 370 അല്ലേ. അപ്പോൾ 7 എണ്ണം എന്താണ്? 10ൻ്റെത് ആക്കുക അല്ലേ. 7 എണ്ണം എന്താണ്? 10ൻ്റെത് ആക്കിയാൽ എന്താണ്? 70 അല്ലേ. അപ്പം 300 + 70 എത്രയായി? 370 ആയില്ലേ. അപ്പം എത്ര നോട്ടുകളുണ്ട്? 3ഉം 7 എത്ര? 10 നോട്ട്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ദെൻ എന്താണ് പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് 109 is 1 + 0 + 9 = 10 അല്ലേ. എന്താണ് 109ൻ്റെ ഡിജിറ്റിൻ്റെ സം എന്ന് പറഞ്ഞാൽ അതിലുള്ള ഓരോന്നും പ്ലസ് ചെയ്യുക. 109ൽ 1 ഉണ്ട്, 0 ഉണ്ട്, 9 ഉണ്ട് അല്ലേ. ഒക്കെ എല്ലാം കൂടി പ്ലസ് ചെയ്യുന്നതാണ് സം ഓഫ് ഡിജിറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് 10 അല്ലേ. വാട്ട് ഈസ് ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് 118? അപ്പോൾ 118ൻ്റെ നമുക്ക് എങ്ങനെ എഴുതാം? 118ൻ്റെ എത്രയാണ് നമുക്ക് എഴുതുക? 1 + 1 + 8 അല്ലേ. അപ്പോൾ എത്രയാണ്? അതും 10 അല്ലേ. 1 + 1 2, 2 + 8 10 അല്ലേ. ദെൻ അനദർ നമ്പർ ഈസ് 127. ഇതിൻ്റെ ഇതിൻ്റെതെന്ന് ചോദിച്ചില്ലേ. അപ്പോൾ ഇത് എത്രയാണ്? 1 + 2 + 7 അല്ലേ. അപ്പോൾ 1 + 2 3, 3 + 7 എത്രയാണ്? എന്താണ് 10 അല്ലേ. അതിൻ്റെ സം ഓഫ് ഡിജിറ്റ് എന്താണ്? 10 ആണ് കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? ഹൗ മെനി നമ്പേഴ്സ് ആർ ദർ വിത്ത് സം ഓഫ് ഡിജിറ്റ്സ് 10? എത്ര നമ്പേഴ്സ് ഉണ്ട്? ഡിജിറ്റിൻ്റെ സം ഓഫ് ഡിജിറ്റ് 10 ആയിട്ടുള്ള എത്ര നമ്പേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ബിറ്റ്വീൻ 100 and 200. 100ൻ്റെയും 200ൻ്റെയും ഇടയിൽ എത്ര ഉണ്ട്? ബിറ്റ്വീൻ 200 and 300. ബിറ്റ്വീൻ 300 and 400. ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ ഇൻ ഓൾ? എത്ര എല്ലാം കൂടി എത്ര ഡിജിറ്റ് ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എത്രയാണ് ഹൗ മെനി 3 ഡിജിറ്റ് നമ്പർ? അപ്പോൾ എത്രയാണ്? 100ൻ്റെയും 200ൻ്റെയും ഇടയിൽ 10 സം ഓഫ് ഡിജിറ്റ് 10 കിട്ടണം. അപ്പോൾ 109 അല്ലേ. 109 1 + 0 + 9 എത്ര? 10. പിന്നെ 118 അല്ലേ. അപ്പോൾ 1 + 1 + 8 10. പിന്നെ 127 1 + 2 + 7 100 എന്താണ് ഇത് സം ഓഫ് ഡിജിറ്റ് 10. 1 + 3 + 6 10. 1 + 4 + 5 10 അല്ലേ. ഇതൊക്കെ എന്താണ് സം ചെയ്താൽ എന്താണ് 10 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ എത്ര ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 അല്ലേ. അപ്പം എത്ര ഹൗ മെനി നമ്പേഴ്സ് ഉണ്ട്? അതിന് 10 അല്ലേ. അതേപോലെ നിങ്ങൾ 200ലും 300ലൊക്കെ സം ഓഫ് ഡിജിറ്റ് വരുന്നത് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, ദെൻ അടുത്ത എന്താണ്? I have 100 rupee and 10 rupee notes and also I have 1 rupee coin. These make 456 rupees. What is the minimum number of notes? What is the minimum number of notes and
coins which make up 456 rupees. എന്താണ് ഐ ഹാവ് 100 rupee and 10 rupee നോട്ട് ആൻഡ് 1 rupee കോയിൻ്റെ കയ്യിൽ 100 രൂപൻ്റെയോ 10 രൂപൻ്റെയോ 1 റുപ്യൻ്റെയും കോയിൻ ഉണ്ട് അല്ലേ. ദിസ് മേക്ക് 456. ഇത് എന്താണ് 456 റുപ്യ ആവും അല്ലേ. വാട്ട്സ് ദ മിനിമം നമ്പർ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് വിച്ച് മേക്ക് അപ്പ് 456 റുപ്പീ. 456 റുപ്പീസിനോട് മിനിമം റുപ്പീസ് എത്ര ഉണ്ടാക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം, മിനിമം ഉണ്ടാവും അല്ലേ. മിനിമം ആകുമ്പോൾ എത്രയാണ് 100ൻ്റെ അല്ലേ. അപ്പോൾ 100ൻ്റെ എത്ര ഉണ്ടാവും, 4 കൊടുക്കുക അല്ലേ. 4 100ൻ്റെ കൊടുക്കുക, 4 100ൻ്റെ കൊടുക്കുക. അപ്പോൾ എത്രയായി 400 ആയി അല്ലേ. പിന്നെ കൊടുക്കേണ്ടത് 10 റുപ്പീൻ്റെ അല്ലേ ഉള്ളത്. അപ്പോൾ 10 റുപ്പീൻ്റെ എത്ര 5 എണ്ണം അല്ലേ. 5 എണ്ണം 10 റുപ്പീൻ്റെ കൊടുക്കുക. 10 റുപ്പീൻ്റെ എന്താണ് 5 എണ്ണം കൊടുക്കുക. അപ്പോൾ എന്തായി 50 ആയി, 450 ആയി അല്ലേ. ഇനി 6 1 കോയിൻ ഇപ്പോൾ 6 അല്ലേ. അപ്പോൾ 6 എണ്ണം എന്താ 1 കോയിൻ്റെ എന്താണ് എത്ര എണ്ണം കൊടുക്കുക, 6 എണ്ണം കൊടുക്കുക അല്ലേ. അപ്പോൾ ഇതാണ് മിനിമം വരുന്നത് കേട്ടോ. 6 എണ്ണം എന്താണ് 1 റുപ്പീ കോയിൻ്റെ അല്ലേ. അപ്പം എത്ര നമ്പർ അതീസ് മിനിമം നമ്പർ ഓഫ് നോട്ട്സ് ആൻഡ് കോയിൻസ് അല്ലേ. അപ്പോൾ 9 നോട്ടും ഒരു 6 കോയിനുമാണ് എന്ത് അവളെ കയ്യിലുണ്ടാവുക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ. ഹൗ മച്ച് റുപ്പീസ് ഡസ് 600 rupee നോട്ട് ആൻഡ് 8 10 rupee നോട്ട്സ് ആൻഡ് 5 1 rupee കോയിൻ മേക്ക്. എത്രയാണ് 685 കേട്ടോ. എന്താണ് 685 കൊടുക്കുക. 685. Okay. Then what about 400 rupee notes and 9 1 rupee? അപ്പോൾ എത്ര 409 കൊടുക്കുക. 409 അല്ലേ. അപ്പോൾ 400 റുപ്പിയാണ് പിന്നെ 400 പിന്നെ 1 റുപ്യൻ്റെ 9 കോയിനും അല്ലേ 9. പിന്നെ 400 + 9 409 അല്ലേ. ഇനി എന്താണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എന്താണ് അടുത്തത് വരുന്നത് 300 നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം. 300 rupees എന്ന് എഴുതാം അല്ലേ. പിന്നെയോ 30 10 rupees എന്ന് എഴുതാം അവിടെ. എന്താണ് 30 10 rupees എഴുതാം അവിടെ. ഓക്കെ. 30 10 rupees. ഓക്കെ. പിന്നെ 30 10 rupees. പിന്നെ എത്ര 20 rupees ആണ്. 20 rupees വരുമ്പോൾ 150 20 rupees കൊടുക്കുക അല്ലേ. 15 അല്ലേ. 15 20 rupees കൊടുക്കുക അല്ലേ. 15 20 rupees ആകുമ്പോൾ 300 ആയി അല്ലേ. ഇനി എത്ര 50 rupees കൊടുക്കുക 6 അല്ലേ. 6 50 rupees കൊടുക്കുക കേട്ടോ. പിന്നെ എത്ര 5 rupees കൊടുക്കുക 60 അല്ലേ. 65 rupees കൊടുക്കുക. പിന്നെ എത്ര 1 rupee കൊടുക്കുക 300 1 rupee. ഓക്കെ. ഓക്കെ. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ഇനി എന്താണ് അടുത്തത് നോക്കാം നമുക്ക്. കോർണർ പി ടി ആണ് അല്ലേ. ഡാഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു ബൈ ബനാനാസ് ടുമോറോസ് കോർണർ പി ടി എ ഈസ് ഹിയർ. എന്താണ് ബനാന വാങ്ങാൻ മറക്കരുത് അല്ലേ. നാളത്തെ കോർണർ പി ടി എ ഇവിടെ വന്ന് എന്നാണ് പറയുന്നത് അല്ലേ. ഇവിടെ നിന്നാണ് ഇവിടെ നിന്നാണ് എന്താണ് അവൾ പറയാനുള്ളത്. ടുമോറോസ് കോർണർ പി ടി എ ഈസ് ഹിയർ. ഇവിടെയാണ് എന്താണ് കോർണർ പി ടി എ ഇവിടെ നിന്നാണ് അവൾ പറയുന്നത് അല്ലേ. ഫാദർ ബോട്ട് 6 kilogram ഓഫ് ബനാനാസ് ഫോർ ദ കോർണർ പി ടി എ. കോർണർ പി ടി എക്ക് വേണ്ടിയിട്ട് അച്ഛൻ 6 കിലോ ബനാന വാങ്ങി അല്ലേ. ദ പ്രൈസ് ഓഫ് 1 kilogram ഓഫ് ബനാന ഈസ് 50 rupees. അപ്പോൾ 1 kilogram ബനാനൻ്റെ പൈസ എത്ര 50 രൂപയാണ്. ഫാദർ ഗേവ് എ 500 rupee നോട്ട് ആൻഡ് ഗോട്ട് 3 നോട്ട്സ് ഇൻ ഡിഫറെൻറ്റ് ഡിനോമിനേഷൻ ബാക്ക്. വാട്ട് ഡിഡ് ഹി ഗെറ്റ്. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1 കിലോന് 50 രൂപയാണ്. 6 കിലോ വാങ്ങി അല്ലേ. അങ്ങനെ ആകുമ്പോൾ 6 കിലോന് എത്ര രൂപയാവും 6 കിലോന് 300 rupees. അപ്പോൾ അച്ഛനെ കൊടുത്തത് എത്രയാണ് 500 അല്ലേ. അപ്പോൾ തിരിച്ച് കിട്ടിയത് എത്രയാണ് തിരിച്ച് കിട്ടിയത് 300 ആണ്. എന്ത് 6 കിലോഗ്രാമിനുള്ള ബനാനക്ക് അല്ലേ. അങ്ങനെ ആകുമ്പോൾ തിരിച്ച് കിട്ടിയ 200 rupees കിട്ടിയിട്ടുണ്ടാവും അല്ലേ. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് നോട്ട്സ് 200 അല്ലേ. 200നെ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം എങ്ങനെയൊക്കെ എഴുതാൻ പറഞ്ഞേ. അപ്പോൾ എന്താണ് 300 രൂപയാണ് കിലോ പഴത്തിൻ്റെ വില അല്ലേ. അങ്ങനെ ആകുമ്പോൾ 500ന് 300 കുറച്ച് 200 രൂപ അല്ലേ. അങ്ങനെ ആകുമ്പോൾ നോട്ട് 3 ടൈപ്പ് ഉണ്ട് പറഞ്ഞല്ലേ. അപ്പോൾ 100 നോട്ടിൻ്റെ സാധ്യത ഒന്ന് പറയുമ്പോൾ 100 നോട്ടിൻ്റെ എണ്ണം 1, 50 നോട്ടിൻ്റെ എണ്ണം 1, 10 നോട്ടിൻ്റെ എണ്ണം 5 അല്ലേ. 100 50 10 ആണെങ്കിൽ ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ ആകെ 200 രൂപ തിരിച്ച് കിട്ടും. അതുപോലെ എന്താ സാധ്യത 2 പറയുകയാണെങ്കിൽ 100ൻ്റെ 20ൻ്റെ 5ൻ്റെ ആണെങ്കിൽ 100ൻ്റെ ഒരെണ്ണവും 20ൻ്റെ 4 എണ്ണവും 5ൻ്റെ 4 എണ്ണവും അല്ലേ. അപ്പോൾ 100ൻ്റെ 1 പറയുമ്പോൾ 100, 20ൻ്റെ 4 അറിയാം 80 രൂപ,
5ൻ്റെ 4 പറയുമ്പോൾ 20 രൂപ, അപ്പോൾ 200 രൂപ. ഇങ്ങനെ ഇനി എന്തൊക്കെ സാധ്യതകളുണ്ടെന്ന് നോക്കുക കേട്ടോ. Then dragon. Minha and friends went to the park. Minhi അവളുടെ ഫ്രണ്ട്സ് പാർക്കിൽ പോയി അല്ലേ. Here's a dragon. Let's play with it. ഇവിടെ എന്താ ഡ്രാഗൺ ഉണ്ട്, നമുക്ക് കളിക്കാന്ന് പറഞ്ഞു അല്ലേ. Write the next number on the dragon. നോക്കൂ 898, 899. ഇവിടെ എന്താ വരിക 900. എന്താ 9 എഴുതുക 2 0 അല്ലേ 900. പിന്നെ 901, പിന്നെ 902. 902 പറയുമ്പോൾ 902 അല്ലേ. 903, 903. 904, 904 അല്ലേ. 905, 905. 906, 906. 907, 907. 908, 908. 909, 909. 910 എത്രയാ 910 അല്ലേ. പിന്നെ 911, 911. പിന്നെന്താ വരിക 912, 912. 913, 913. 914, 914. 915, 915. 916, 916. 970, 917. 980, 918. 919, 919 അല്ലേ. റീഡ് ആൻഡ് റൈറ്റ് ദിസ് നമ്പർ 899. റീഡ് എന്താ വായിച്ചത് 899 എന്ന് പറയുമ്പോൾ എങ്ങനെ നമ്മൾ എഴുതുക 899. 899 അല്ലേ. ഇവിടെ എന്താ എഴുതുക 899. ഓക്കെ ഇവിടെ 899. ഓക്കെ പിന്നെ 900 എന്ന് പറയുമ്പോൾ എന്താ വരിക 900. പിന്നെ 901 എന്ന് പറയുമ്പോൾ എന്താ 901. പിന്നെ 990 പറയുമ്പോൾ 990. 990. 995 എന്ന് പറയുമ്പോൾ 995. പിന്നെ 998 എന്ന് പറയുമ്പോൾ 998 അല്ലേ. 998 കേട്ടോ. ദെൻ അടുത്ത് എന്താണ് ചോദ്യം നോക്കിയാൽ എന്താണ് അടുത്ത് പറയുന്നത് ബ്രദേഴ്സ് ഗിഫ്റ്റ്. ഇനി ബ്രദറിൻ്റെ ഗിഫ്റ്റാണ് അല്ലേ. ഇവിടെ കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം അല്ലേ. ഇവിടെ എന്താ മിൻഹാസ് ബ്രദർ ഗേവ് ഹർ ഗിഫ്റ്റ്. മിൻഹാൻ്റെ ബ്രദർ എന്താക്കി ഒരു ഗിഫ്റ്റ് കൊടുത്തു അല്ലേ. എ മാപ്പ് ഷോയിങ് ദ റിവേഴ്സ് ഓഫ് കേരള. എന്താണ് കേരളത്തിൻ്റെ റിവേഴ്സ് കാണിക്കുന്ന ഒരു മാപ്പ് അല്ലേ. ഷീ ലൈക്ക് ഇറ്റ് വെരി മച്ച്. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. സീ ഹൗ ദേ ഹാവ് ടാബ്ലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് of our state and their length. Then write the answers to the questions below. എന്താണ് ഇവിടെ പറഞ്ഞത് എത്ര ഈ നമ്പർ ഓഫ് സ്റ്റേറ്റ് അല്ലേ അവർ സ്റ്റേറ്റിലുള്ള റിവറും ഹൗ ദേ ഹാവ് ടാബ്ലേറ്റഡ് സം ഓഫ് ദ റിവേഴ്സ് ഓഫ് അവർ സ്റ്റേറ്റ് ആൻഡ് ദെയർ ലെങ്ത്. അതിൻ്റെ ലെങ്ത് ഒക്കെ എങ്ങനെ ടാബ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ റൈറ്റ് ദ ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻസ് ബിലോ. എന്നിട്ട് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. മഞ്ചേശ്വരം റിവർ 16 കിലോമീറ്ററാണ്. വളപട്ടണം റിവർ 110. ചാലിയർ 169. ഭാരതപ്പുഴ 209. പെരിയാർ 244. പമ്പ റിവർ 176. അച്ചൻകോവിൽ റിവർ 128. നെയ്യാർ 56. കല്ലട റിവർ 121 അല്ലേ. ഹൗ മെനി റിവേഴ്സ് ഇൻ ദ ലിസ്റ്റ് ഓഫ് ദ ലോങ്ങർ ദാൻ ചാലിയാർ. ചാലിയാറിലും കൂടുതൽ എത്ര റിവർ ഉണ്ട്. റൈറ്റ് ദ നെയിംസ് ഇൻ ദ ഓർഡർ ഫ്രം ദ ലോങ്ങസ്റ്റ് ടു ഷോർട്ടസ്റ്റ്. ലോങ്ങസ്റ്റ് നിന്ന് ഷോർട്ടസ്റ്റിലേക്ക് അല്ലേ. അപ്പോൾ ചാലിയാർ ഏതാണ് ചാലിയാർ ഇതാ 169. 169ൻ്റെ മേലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണുള്ളത് 169ൻ്റെ മേലുള്ള നമ്പേഴ്സ് ഏതൊക്കെയാണ് 209 അതിൻ്റെ മേലുണ്ട്. 244 ഉണ്ട്. 176 ഉണ്ട്. ഇതില്ല അല്ലേ. അപ്പോൾ ഈ 3 റിവർ അല്ലേ. ഭാരതപ്പുഴയും പെരിയാറും പമ്പ റിവറും അല്ലേ. ഇനി ലോങ്ങസ്റ്റ് നിന്ന് ഷോർട്ടസ്റ്റിലേക്കാണ് അല്ലേ. ലോങ്ങസ്റ്റ് നിന്ന് ഷോർട്ടസ്റ്റിലേക്കല്ല ചോദിച്ചിരിക്കുന്നത് ലോങ്ങസ്റ്റ് ടു ഷോർട്ടസ്റ്റ് അല്ലേ. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് ഇതിൽ ഏതാണ് ഏറ്റവും വലുത് 244 പെരിയാർ അല്ലേ. 244 അത് എഴുതുക. പിന്നെ അടുത്ത് ഇത് 209 എഴുതുക. പിന്നെ 176 എഴുതുക കേട്ടോ. ഓക്കെ ദെൻ അടുത്തത് എന്താണെന്ന് നോക്കിയേ ഇവാലുവേഷൻ ആക്ടിവിറ്റീസ് ആണ് കേട്ടോ. എന്താണ് ഇവിടെ കംപ്ലീറ്റ് ദ പാറ്റേൺ. ഈ പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ് 11, 22, 33, 44. പിന്നെ എന്താ ഇവിടെ വരിക 55 അല്ലേ. ഇവിടെ 55 വരും. പിന്നെ 66 വരും അല്ലേ. ഓക്കെ അടുത്തത് എന്താണ് 115, 215, 315. പിന്നെ 450. പിന്നെ 550. പിന്നെ അതന്നെ അല്ലേ. പിന്നെ 100, 101, 103, 106. പിന്നെ എന്താണ് 100, 101. പിന്നെ 102ഉം 3ഉം ഇല്ല. ഇവിടെ 100 101. പിന്നെ 2ഉം 3ഉം ഇല്ല അല്ലേ. 2 ഇല്ല 3 ഉണ്ട് അല്ലേ. പിന്നെ 4ഉം 5ഉം ഇല്ല. 6 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ 6ഉം
ഉണ്ട്. 7, 8, 9 ഇല്ല. 110 ആണ് ഇവിടെ വരിക അല്ലേ? അല്ലേ? പിന്നെന്താ വരിക? അപ്പം 101, 100, 101, 103, 106 അല്ലേ? അത് ഫസ്റ്റ് 1 ആഡ് ചെയ്ത് പോവുകയാണ്, പിന്നെ 2 ആഡ് ചെയ്ത് പോവുകയാണ്, പിന്നെ 3 ആഡ് ചെയ്ത് പോവുകയാണ്. അടുത്ത എന്താണ് 4 ആഡ് ചെയ്ത് പോയാൽ എത്രയാണ്? 106നോട് 4 ആഡ് ചെയ്താൽ 110. ഇനി അടുത്ത് 5 ആഡ് ചെയ്ത്, അപ്പോൾ 110നോട് 5 ആഡ് ചെയ്താൽ 115 അല്ലേ? ഇനി അടുത്ത പാറ്റേൺ എന്താണ്? 919, 980, 970 അത് 10 കുറഞ്ഞ് വരുന്നു അല്ലേ? അപ്പോൾ 970 10 കുറച്ചാൽ 960, 960 10 കുറച്ചാൽ എത്രയാണ്? 950 കേട്ടോ. അപ്പോൾ 950, അപ്പോൾ 10 കുറഞ്ഞ് വരുന്നത് അല്ലേ? ഇനി മൈ പാറ്റേൺ, നമുക്കൊരു പാറ്റേൺ ഉണ്ടാക്കുക അല്ലേ? 116, 170, 180, 190 10 കൂടി ഇങ്ങനെ പോകുന്നത്. അടുത്ത് 162, 164, 166, 168 2 ഇങ്ങനെ കൂടി പോവുക. പിന്നെ 190, 195, 200, 205 ഇവിടെ 5 കൂടി പോകുന്നത്. 200, 210, 220, 230 ഇത് 10 ഇങ്ങനെ കൂടി പോകുന്നു അല്ലേ? ഓക്കെ. ദെൻ അടുത്ത എന്താണ്? ഹു ആം ഐ? ഞാൻ ആരാണ്? ഐ ആം 2 ഡിജിറ്റ് നമ്പർ. ഞാൻ 2 ഡിജിറ്റ് നമ്പറാണ്. ലാർജർ ദാൻ 80, 18ന്റെ മുകളിലുള്ളതാണ്. ദ ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. എന്താണ് ആ ഡിജിറ്റ്? എന്താണ് വൺസ് പ്ലേസിലുള്ള ആ ഡിജിറ്റ് എന്താണ്? 1ൽ കൂടുതലാണ്. മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. എന്താ അവിടെ പറയുന്നത്? ലാർജർ ദാൻ 80, 18ന്റെ മേലുള്ളതാണ്. ഡിജിറ്റ് ഇൻ വൺസ് പ്ലേസ് ഈസ് 1 മോർ ദാൻ ദ നമ്പർ ഇൻ ദ ടെൻസ് പ്ലേസ്. ടെൻസ് പ്ലേസിനേറ്റാലും 1 കൂടുതലാണ് അല്ലേ? അപ്പൊ 80ന്റെ കൂടുതലും വരുന്നുണ്ട് അല്ലേ? അങ്ങനെ ആകുമ്പോൾ നമ്പർ എത്രയാണ്? 89 കേട്ടോ. എന്താണ്? 89 ആണ് വരിക കേട്ടോ. ഓക്കെ. ദെൻ അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കൂ. എന്താണ് അടുത്തത്? അയാം അല്ലേ? ഞാൻ 3 ഡിജിറ്റ് നമ്പറാണ് അല്ലേ? സം ഓഫ് ഡിജിറ്റ് ഈസ് 15. എന്താണ്? സം ഓഫ് ഡിജിറ്റ് 15 ആണ്. ദ ഡിജിറ്റ് ഇൻ 100 പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ്. വൺസ് പ്ലേസിന്റെ ഏറ്റാലും എന്താണ്? 100 പ്ലേസിന്റെ ഡിജിറ്റ് അല്ലേ? ആ ഡിജിറ്റ് 8ന്റെ ഏറ്റവും കുറവാണ്. അപ്പൊ ഞാൻ ആരാന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആരായിരിക്കും എന്ന് പറഞ്ഞ്? ആരാണ് ഞാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം 159 കേട്ടോ. 3 ഡിജിറ്റ് നമ്പറാണ്. സം ഓഫ് ഡിജിറ്റ് 15 അല്ലേ? അപ്പോൾ 1 + 5 6, 6 + 9 15 അല്ലേ? ദ ഡിജിറ്റ് ഓഫ് 100 പ്ലേസ് ഈസ് 8 ലെസ് ദാൻ ദ നമ്പർ ഇൻ ദ വൺസ് പ്ലേസ്. വൺസ് പ്ലേസിൻ്റെ ഏറ്റാലും എന്താണ്? 8 കുറവാണ് എന്ത്? 100 പ്ലേസിൽ അല്ലേ? അപ്പോൾ 9ന്റെ വെയിറ്റ് കുറച്ചാൽ എത്രയാണ്? 1 അല്ലേ? എന്താണ് ഈ നമ്പർ കേട്ടോ? സം ഡിജിറ്റ് വരുന്നത് 159 ആണ്. ഓക്കെ. ദെൻ അടുത്തത് എന്താണ്? മേക്ക് എ റിഡിൽ ഓഫ് യുവർ ഓൺ ലൈക്ക് ദിസ് ആൻഡ് റൈറ്റ് ഇറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഇതേപോലെ നിങ്ങൾക്ക് ഒരു റിഡിൽ ഉണ്ടാക്കുക. കമ്പയർ വിത്ത് ഫ്രണ്ട്സ് റിഡിൽസ് ആൻഡ് ട്രൈ ടു സോൾവ് ദം. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്കൂൾ സ്റ്റോർ ആണ്. സ്കൂൾ സ്റ്റോറിൽ വരുന്നത് എന്താണെന്ന് നോക്കൂ. എന്താണ്? The school store needs 915 pencils. Minha gave 7 boxes and 6 packets of pencil. Each box has 100 pencils and each packet 10 pencil. How many more should she give to make it 950? എന്താണ്? സ്കൂളിൽ എന്താണ്? 950 പെൻസിൽ ആവശ്യമുണ്ട് അല്ലേ? 950 950 പെൻസിൽ ആവശ്യമുണ്ട്. മിൻഹക്ക് എന്താണ്? 7 ബോക്സിൽ 6 പാക്കറ്റ് ഓഫ് പെൻസിൽ ഉണ്ട് അല്ലേ? എന്താണ്? മിൻഹ ഗേവ് 7 ബോക്സസ് 7 ബോക്സ് കൊടുത്തു. പിന്നെ 6 പാക്കറ്റ്സ് ഓഫ് പെൻസിൽ. ഈച്ച് ബോക്സ് ഹാസ് 100 പെൻസിൽ. ഓരോ ബോക്സിൽ എത്രയാണ്? 100 പെൻസിൽ ഉണ്ട്. ഇൻ ഈച്ച് പാക്കറ്റ് 10 പെൻസിൽ. ഈച്ച് പാക്കറ്റിൽ 10 പെൻസിലാണ്. ഹൗ മെനി മോർ ഷുഡ് ഷീ ഗീവ് ടു മേക്ക് 950? അപ്പോൾ എങ്ങനെ നമുക്ക് ചെയ്യാം? 7 ബോക്സ് അല്ലേ? അപ്പോൾ 7ൽ ഓരോന്നിലും 100 ഉണ്ട് പറഞ്ഞില്ല. അപ്പോൾ 700 ആണ് എന്താണ് ബോക്സിലുള്ളത്? 700 പെൻസിൽ. ഓക്കെ. പിന്നെ 6 പാക്കറ്റിൽ 6ൽ ഓരോ പാക്കറ്റ് 10. അപ്പോൾ എത്രയാണ്? 60 അല്ലേ? അപ്പോൾ 760 പെൻസിലാണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ? പിന്നെന്താണ്? അവൾക്ക് 915 ആണ് നമുക്ക് എന്താക്കേണ്ടത്? കൊടുക്കേണ്ടത് അല്ലേ? അപ്പോൾ 915 കൊടുക്കേണ്ടി വരുമ്പോൾ നമുക്ക് എന്താ? 950 അവൾ കൊടുത്തിട്ടില്ല അല്ലേ? അപ്പോൾ 950 മൈനസ് എന്താണ്? 760 അല്ലേ? 760 ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ എത്ര നമുക്ക് കിട്ടുക? 760 വരുമ്പോൾ ഇപ്പോൾ 950 അല്ലേ? അപ്പോൾ 950 മൈനസ് 760 എന്ന് പറയുമ്പോൾ എത്ര നമുക്ക് കിട്ടുക? എത്ര കിട്ടും? ഒന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ടീച്ചർ നേരത്തെ പറഞ്ഞിരുന്ന മെത്തേഡ്? അപ്പോൾ എത്രയാണ് കിട്ടുക? 190 എന്ന് കിട്ടും കേട്ടോ. ഓക്കെ. ദെൻ സപ്പോസ് 900 പെൻസിൽസ് ആർ ഗിവൺ ഇൻ ബോക്സസ് ആൻഡ് പാക്കറ്റ്.
സപ്പോസ് ചെയ്യുക 950 പെൻസിൽസ് എന്താണ് ബോക്സും പാക്കറ്റിലാക്കിയാണ് കൊടുത്തതെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ എത്ര ബോക്സ് ഉണ്ട്, എത്ര പാക്കറ്റ് ഉണ്ട് അല്ലേ? അപ്പോൾ 9 ബോക്സ് അല്ലേ? ഇവിടെ എത്ര നമുക്ക് എഴുതുക? ഇവിടെ 9 ബോക്സ് എന്ന് എഴുതുക. ഇവിടെ 9 ബോക്സ് എന്ന് എഴുതുക. പിന്നെ ഇവിടെ പാക്കറ്റ് എത്രയാണ്? 5 എന്ന് എഴുതുക കേട്ടോ. 9 പാക്കറ്റ്. ഇവിടെ എത്രയാണ്? 5 പാക്കറ്റ്സ്. ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ദെൻ അടുത്തത് എന്താണ് നോക്കൂ. ഫിൽ അപ്പ് ദ ബ്ലാങ്ക് സർക്കിൾസ്. ഈ ബ്ലാങ്ക് സർക്കിൾസ് എന്താണ്? ഫില്ലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. 301, 405, 501. അടുത്തെന്തായിരിക്കും? 601 അല്ലേ? എന്താണ്? 601 അല്ലേ? അടുത്തെന്തായിരിക്കും? 701 അല്ലേ? 701. ഓക്കെ, ദെൻ അടുത്ത എന്താ നോക്കൂ. 299, 399, 499, 599, 699 അല്ലേ? ദെൻ 300, 400, 500, 600, പിന്നെന്താണ്? 700. ഓക്കെ, ഇങ്ങനെയാണ് കേട്ടോ വരിക. അപ്പോൾ എന്താണ് നമ്മൾ 3rd സ്റ്റാൻഡേർഡിലെ 2nd ചാപ്റ്റർ ഇപ്പോൾ കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇനി എന്താണ് അടുത്ത ചാപ്റ്റർ ടീച്ചർ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.